ലാമി പ്രഗ്നന്റ് ആണോ? ലാമി പ്രഗ്നന്റ് ആണോ? കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെ, അപ്പോ അതെന്താ ലാമി നമ്മൾ പറയാ? ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേ? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ ഉണ്ടോ ഇല്ലേ? അസാനി കമ്മിറ്റഡ് ആണോ? അത് ഓനറിയാതെ ഞങ്ങള് മാത്രം കണ്ടുപിടിച്ചൊരു രഹസ്യമാണ്. ഈ അടുത്ത് ആമസോണിൽ പർച്ചേസ് ചെയ്താട്ടോ വർത്ത് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും നമുക്കൊരു ഹെൽപ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാം വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും സുഖാണ് വിചാരിക്കണേ. നമ്മള് കുറച്ചായിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറെ കാലത്തിന് ഗ്യാപ്പിന് ശേഷം ഇപ്പം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. 2-3 വീഡിയോ ആയിട്ടുള്ളൂ. അപ്പൊ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കാണും. കാരണം എന്താ വെച്ചാൽ ഓൾ എനിക്കൊരു പണി തന്നപ്പോ ഞാൻ തിരിച്ചു കൊടുത്തൊരു അടിപൊളി അത് മൂഞ്ചിപ്പോയ അതായത് പാളിപ്പോയൊരു വ്ളോഗാണ്. അപ്പൊ അതുപോലെ തന്നെ പാളിപ്പോയൊരു പ്രാങ്കാണ്. അപ്പൊ എന്തായാലും കണ്ടുകാണ്ട് എല്ലാരും അഭിപ്രായം പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും. Q&A. ഒരുപാട് പേര് നമ്മളെ കുറിച്ച് ചോദിച്ചു. അത് എന്നിട്ടതല്ല നമ്മള് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇട്ടതാണ് പോസിറ്റീവ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് അത്യാവശ്യം കുറച്ചായി, 4-5 മാസം മുന്നേ ഇട്ടതാണ്. കുറച്ച് കാരണങ്ങളാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് പിന്നെ വീഡിയോ കുറച്ച് നിർത്തി പിന്നാണ് തുടങ്ങിയത്. അപ്പൊ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതെ, അപ്പൊ അതെ, അപ്പൊ എല്ലാവരും ഡൗട്ടുകളും ഇതൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഞങ്ങൾ വന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ലാഗ് ആക്കില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യന് ഞാന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഉമ്മാനെന്താ മാമ വിളിക്കുന്നത്? ഉമ്മാനെന്താ മാമ വിളിക്കുക? എല്ലാരും ചോദിക്കണത് നമ്മളെ വീഡിയോയിൽ കുറെ കമന്റ് ഉണ്ടാവലുണ്ട്, എന്താ മാമ എന്നുള്ളത്. മാമ പറഞ്ഞ ആരാന്ന്? മാമ പറഞ്ഞത് ഉമ്മ തന്നെയാണ്. കാരണം ഉമ്മാന്റെ വീട് കാസർഗോഡാണ്. അപ്പൊ മൂത്താപ്പന്റെ മക്കളൊക്കെ മാമാനെ മാമ 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 വിളിച്ചിട്ടാണ് അവര് കേട്ടിട്ട് അങ്ങനെ ചെറുപ്പത്തെ അത് കേട്ടിട്ട് ഞങ്ങളും അങ്ങനെ മാമാന്നായി. പിന്നെ ഇവരങ്ങനെ വിളിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഞാനും അതല്ലേ കേൾക്കണം. അപ്പൊ ഞാനും അങ്ങനെ വിളിച്ചു. അതുകൊണ്ടാണ് ഞാനും ഉമ്മ വിളിക്കാത്തത്. കൊറേ ആൾക്കാരെ ഉമ്മാന്ന് വിളിച്ചൂടെ? പക്ഷെ അത് മാമാക്കും പ്രശ്നമല്ല. പിന്നെ എന്താ വെച്ചാൽ മാമാന്ന് പറഞ്ഞ കാസർഗോഡ് ഭാഷയില് വല്യമ്മ. അതുകൊണ്ട് കാസർഗോഡ് നോക്കുമ്പോ ആൾക്കാര് ഇത്ര ചെറിയ വല്യമ്മയാണോ വിളിക്കണത്. അപ്പൊ അതുകൊണ്ടാട്ടോ മാമാന്ന് വിളിക്കണം. അപ്പൊ അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ലാമി വീട്ടിൽ പണി എടുക്കാറുണ്ട്, അടിച്ചോരലൊക്കെ ഉണ്ടോന്നാ ചോദിക്കണത്. ഓഫ് കോഴ്സ്, എന്താ ഡൗട്ട്? കാരണം എന്താ വെച്ചാല് സുഖാണ്. എന്താ വെച്ചാല് നമ്മൾ ആമസോണിന് ഒരു അഗാറിന്റെ ഒരു വാക്യൂം ക്ലീനർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ആണ് പണിയെടുക്കാൻ. ബെസ്റ്റ്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ എന്താ പോരുന്നുണ്ട്. അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അതാണ് യൂസ് ചെയ്യേണ്ട. ഇപ്പൊ എല്ലാം പണിയെടുക്കും. ഇതാണ് അഗാറിന്റെ എലഗൻ സ്റ്റിക് വാക്യൂം ക്ലീനർ. ഞാൻ ഈ അടുത്ത് ആമസോണിൽ പർച്ചേസ് ചെയ്താട്ടോ വർത്ത് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് എന്തായാലും നമുക്കൊരു ഹെൽപ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ബോക്സിൽ എന്തൊക്കെ വരുന്ന വെച്ചാൽ ഒരു വാക്യൂം യൂണിറ്റും അലുമിനിയം ട്യൂബും മോട്ടറൈസ് ഫ്ലോർ ബ്രഷും 2-in-1 ക്രേവൈസ് നോസിലും മൾട്ടിപർപ്പസ് ബ്രഷും വാൾ മൗണ്ട് പിന്നെ ഒരു ചാർജറും ആണ്. ഇതൊരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇതിൽ വരുന്നത് 2200 mAh ബാറ്ററി ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ഫസ്റ്റ് മോട്ടറൈസ്ഡ് ബ്രഷ് ആട്ടോ ഞാൻ ഇതില് ജോയിൻ ചെയ്യണ. ഇതാണ് നമ്മളെ ഫ്ലോറും അതുപോലെ തന്നെ റെക്സ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ വരുന്നത് 2 മോഡാണ്, ലോ മോഡും ഐ മോഡും. ലോ മോഡിൽ നമുക്ക് 32 മിനിറ്റും ഐ മോഡിൽ നമുക്ക് 22 മിനിറ്റ് നമുക്ക് കണ്ടിന്യൂ ആയി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇതിന്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്രീവൈസ് നോസിൽ വെച്ച് നമുക്ക് കോർണേഴ്സും സോഫ്റ്റ് എഡ്ജസ് ഒക്കെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് കാറിലുള്ള ഡസ്റ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്ക് വാക്യൂം ക്ലീനർ ആയിട്ടും അതുപോലെ തന്നെ ആനൽഡ് വാക്യൂം ക്ലീനർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈനലി നമ്മളെടുത്ത വേസ്റ്റ് ഒക്കെ ബാഗ്ലെസ് ഡസ്റ്റ്ബിനിലേക്ക് 0.5 ലിറ്റർ ആണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി ആയിട്ട്. അതുപോലെ തന്നെ ഇതൊരു സൈക്ലോണിക് സെക്ഷൻ ടെക്നോളജിയിലാട്ട് വരുന്നത്. ഇത് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നമ്മളിത് ക്ലീൻ ആവും. 9 kPa സെക്ഷൻ അതുപോലെ തന്നെ 150 വാട്ട് മോട്ടറാണ് ഇതിന് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയ ആമസോണിലാണ്. അപ്പൊ ബെസ്റ്റ് ടൈമാണ് ആമസോൺ പ്രൈം ഡേ ആണ് ഈ ജൂലൈ 12th to 14th നടക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടും. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആഷിഖാന്റെ സ്വന്തമായിട്ടുള്ള അനിയൻ തന്നെയാണോന്ന്? ഓഫ് കോഴ്സ്, വൈ നോട്ട്.
എന്താ സംശയം? നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം കുറെ ആൾക്കാർ ഫാമിലിയിൽ തന്നെ എല്ലാരും ഉമ്മാക്കൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു നിന്റെ കുടുംബക്കാരൊക്കെ ഫാമിലി ചോദിച്ചു, സ്വന്തം ഫാമിലി നേരെ ചോദിച്ചു എന്താണ് ഇവരെ കണ്ട ആരെങ്കിലും അതിനല്ല പറയോ? എന്റെ ഉപ്പാക്ക് വരെ പെണ്ണാണ് വന്നത് മാറിയതാണ്. അവസാന ഫോട്ടാണ് എന്റെ അമ്മമാർക്കൊക്കെ കാട്ടി കൊടുത്തിന് എന്റെ ഉപ്പ. അതെ, സ്വന്തം മൂന്നാൾക്കാര്, ഞാൻ ഐസനും ഫضലും. അവസാനം ലവർ ഉണ്ടോന്ന് ചോദിക്കണ്ട്. അത് എനിക്കറിയുള്ളൂ. അത് ഓനോട് തന്നെ ചോദിക്കേണ്ടി വരും. ചിലപ്പോ ഇതിനില്ല മറുപടി ഒന്ന് തന്നോളൂ. അതേപോലെ തന്നെ ഓന്റെ ഏജ് എത്രയാണെന്ന്. ഓനിപ്പോ 23 ആയി. 23 ഏജ് ആയി. പിന്നെ ആഷിന്റെയും ഫതുലിന്റെയും ഇക്കാക്ക ഇല്ലേ, അവരെ ഇപ്പൊ വീഡിയോയിലും ഫോട്ടോയിലും കാണാറില്ല. അവരല്ലേ ആദ്യം കല്യാണം കഴിക്കേണ്ടത്, അതായത് അവസാനല്ലേ ഫസ്റ്റ് കല്യാണം കഴിക്കേണ്ടത് എന്നാണ് ചോദിക്കണത്. അവസാന് ആഷിഖാന്റെ മൂത്തതാണെന്നാണ് കുറെ ആൾക്കാരെ വിചാരം. എന്റെ അനിയനാണ്. കണ്ടാ ഞാന് ചെറിയ സ്റ്റിൽ യങ് ആയിട്ട് നിക്കണത്. ആഷിഖാൻ എല്ലാരും അവസാനാണ് വിചാരിക്കുക ഏട്ടനാണ്. അതുകൊണ്ടാണ്. ഏത് ബ്രാൻഡാണ് ഹിജാബിന്റെ? എന്നോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മോജ ബ്രാൻഡാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ അവസാനം പെണ്ണ് ആലോചിക്കണില്ലേ, കല്യാണം കഴിപ്പിക്കണില്ലേ എന്ന്. ചെറിയ ഏജ് ആയിട്ടുള്ളൂ, കുറച്ചുകൂടി വർഷം കഴിയട്ടെ. എന്തിനാണ് ഇപ്പൊ സന്തോഷത്തോടെ നടക്കണില്ലേ? നിങ്ങൾക്ക് അതൊക്കെ എന്തിനാ അവനെ നശിപ്പിക്കണത് സമൂഹമേ? ആശിക്കുന്ന സന്തോഷത്തില്ലേ? പിന്നെ എന്ത് ലാമി ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടപ്പെടുന്ന പ്ലേസ്? ഞാൻ ആശിക്കാട് കല്യാണം കഴിയണ മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കാം. ന്യൂസിലാൻഡ്. തെറ്റിപ്പോയി. ആശിക്കാർക്ക് ഇത്ര ഓർമ്മയുള്ളൂ. തുർക്കി അല്ല, മെസപ്പൊട്ടാമിയ. ഞാൻ സ്വിറ്റ്സർലാൻഡ്. ആശിക്കിനോട് ഫസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് എവിടെ പോണ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്വിറ്റ്സർലാൻഡ് വിചാരിച്ചെടുത്ത് ഞാൻ പറഞ്ഞു സ്വിറ്റ്സർലാൻഡ്. അത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഡ്രീം പ്ലേസ്. അത് അത്യാവശ്യം എല്ലാവരും ഡ്രീം പ്ലേസ് ആണ് കേട്ടോ. ആസാനിക്ക് എന്താണ് ഇപ്പൊ കാലിക്കറ്റ് പഠിക്കുന്നത്? കോഴ്സ് പറയോ? ഇനി എപ്പോഴാണ് ആസാന് കാലിക്കറ്റ് പോകുന്നത്? അതോ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കണത്. പറയാൻ പറ്റില്ല. ഓൻ അതിന്റെ ഒരു ഗ്യാപ്പ് എടുക്കും വരും, പിന്നെ അങ്ങനെയൊക്കെയാണ്. ലാമിന്റെ CMA കോഴ്സ് കംപ്ലീറ്റ് ആയിക്കണോ? ജോബായോ? ഞാന് സത്യം പറഞ്ഞ CMA കുറിച്ച് അറിയണോൽക്ക് അറിയാം. കാരണം CMA അത്യാവശ്യം നല്ല ടഫുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഞാനത് +2 കഴിഞ്ഞൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഡിഗ്രിയിൽ ഫോക്കസ് ചെയ്യാണ്. CMA സൈഡ് അയക്കണത് സത്യം പറഞ്ഞാല്. CMA ഇന്റർമീഡിയറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡിഗ്രി CMA എക്സാമും സെയിം ഡേറ്റ് ആണെങ്കിൽ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിഗ്രി പിന്നെ അത്യാവശ്യമാണെന്ന് ഇപ്പം എല്ലാവരും പറയണേ. എനിക്ക് ആദ്യം പോവാൻ ഇഷ്ടമില്ലേന്ന്. അപ്പോൾ ഇപ്പം എടുത്തിട്ട് ഇപ്പം ഞാൻ ഡിഗ്രി 3rd ഇയർ ആണ്. അതിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റന്നാൾ എക്സാം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കണം ഇൻഷാ അള്ളാ. ജോബൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ തന്നെ വർക്ക്. ഇവിടുത്തെ കഴിഞ്ഞല്ലേ നോക്കട്ടെ. ആഷി ലാമി ഫാനാണ്. നിങ്ങൾ രണ്ടാളും പാട്ട് പാടുമെന്ന്. എനിക്ക് പാട്ടൊന്നും പാടാൻ ഇവള് പാടും. രണ്ടാക്കും കഴിവില്ല തന്നിട്ടില്ല. പാട്ട് പാടാനുള്ള കഴിവില്ല. മൂളിപ്പാട്ടൊക്കെ എല്ലാരും പാടുന്ന പോലെ പാടും, അത്രയൊക്കെ തന്നെ. ആഷികക്ക് പിന്നെ നല്ല ആർക്കാൻ അറിയാം ബാത്റൂമിന്ന്. ലാമി ബേബി പ്ലാനിങ് ഇല്ലേ? ആഷിക്ക് പറഞ്ഞെടുക്ക്. ഇപ്പൊ നോക്കില്ല ഗൈസ്. അത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 വർഷം ആവണുള്ളൂ ഗൈസ്. ആഷിന്റെ ക്യാരക്ടറിനെ കുറിച്ചും ആഷി ലാമിന്റെ ക്യാരക്ടറിനെ കുറിച്ചും പറയുമെന്ന് പറഞ്ഞു. ആഷിഖാന്റെ ക്യാരക്ടറിനെ കുറിച്ചോ? ആഷിഖ ഭയങ്കര മടിയനാണ് കൂടുതൽ ടൈമിലും. കുറച്ച് ടൈമില് ആളൊക്കെയാണ്. ഇപ്പൊ വീഡിയോ എടുക്കുന്ന കാര്യമാണെങ്കിലും ആഷിഖക്ക് നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ കിട്ടും, പെട്ടെന്ന് കിട്ടും ചെയ്യും. പക്ഷെ ആഷിഖ മടി കാരണം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വീഡിയോ ചെയ്യാനും അതേപോലെ തന്നെയാണ്. പിന്നെ ആശ എന്താ ചോദിച്ചാല് സ്നേഹമുണ്ട്, ഉള്ളിലാണ് ഫുള്ള്, പുറത്ത് കാണിക്കാൻ അറിയൂല. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആൾ അടിപൊളിയാണ്. എന്തായാലും എൻ്റെ വൈബിന് പറ്റിയ ആളാണ്. എനിക്ക് ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിലൊന്നല്ല ഓൻ. എന്തായാലും എന്താ അടിപൊളിയാണ് എന്തായാലും. ഓക്കെ, ഹസ്ബൻഡ് അങ്ങനെ ഹസ്ബൻഡ് ആണ് പേരിന്.
പിന്നെ അല്ലാണ്ട് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലാന്നേ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മള് ഫുൾ എങ്ങനെ വെച്ചാൽ ഒരു ഫ്രണ്ട് പോലെ തന്നെ ആണ് എന്നുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ആഷിഖിനെ കുറിച്ച് അതെ അവള് പറഞ്ഞ തന്നെ ശരിക്കും പറഞ്ഞു കൊടുക്കുക. അടിപൊളിയാണ്. ഇവള് പിന്നെ പുറത്തേക്ക് കാണിക്കും, ഞാൻ പുറത്തേക്ക് കാണിക്കൂല. ആഷിഖക്ക് തീരെ കാണിക്കൂല. അപ്പൊ ഞങ്ങൾ അടി ഉണ്ടാവണം മെയിൻ ഉള്ള ഒരു കാര്യമാണ് അത് കേട്ടോ. അതെ കാണിക്കൂല ആഷിഖ. പിന്നെ ഉണ്ട് ആഷിഖക്ക് കുറവാ കാണിക്കാൻ. പിന്നെ എന്താ പറയാ, ആൾ അടിപൊളിയാണ്, സെയിം വൈബാണ്. അതെന്താ അങ്ങനെ അടിപൊളിയാ. പറയേണ്ട കാര്യമെങ്കിൽ പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാരക്ടറിനെ കുറിച്ച്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വെറുതെ സങ്കടപ്പ് വെറുതെ ലാസ്റ്റ് അവളെ അമ്മേന്റെ അതൊന്നും കാര്യമാക്കണ്ട. അതിപ്പോ മൈൻഡൊക്കെ ഇല്ല, അവളമ്മമാന്റെ മാതിരിയാണല്ലോ. വെറുതെ പൊളി നശിക്കാരെ ഭാഗ്യാണ്. ഭാഗ്യാണ്. ഫലൂന് ലവറുണ്ടോ? എന്ത് ചോദ്യം. പൂർണിക്കൊന്നും മുട്ടേന്ന് ഇരുന്നിട്ടുള്ളൂ, ഓനക്കൊന്നും ഇല്ല. ഓനൊക്കെ ഫലൂൽ എത്രാം ക്ലാസ്സിലാണ്? ഓന് 6 7 7ാം ക്ലാസ്സിലെത്തിയില്ലാണ്. അതൊക്കെ വലുതായി. അത് വീണ്ടും വീണ്ടും കൊറേ ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാ ബേബി പ്ലാനിങ് ഇല്ലെന്നാണ്. ഞങ്ങളെ ആനിവേഴ്സറി ആവണുള്ളൂ, അതൊക്കെ ഒന്ന് കഴിയട്ടെ ഗൈസ്. പിന്നെ അമ്മേ ബേബിനെ കാണാൻ വെയിറ്റിംഗ് ആണെന്നൊക്കെ. എന്താണ് വെയിറ്റ് ചെയ്ത് ഒത്തിരി കിട്ടും. നൈസ് വീഡിയോസ്, ക്യൂട്ട് ഫാമിലി, എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. താങ്ക് യു. അമിത്തു ആഷിഖ് നിങ്ങൾ എങ്ങനെ ഇത്രക്ക് കട്ടക്ക് നിൽക്കണ? കുറച്ച് ലവ് ടിപ്സ് പറഞ്ഞുതരുമോന്ന് ഹർഷ. വീഡിയോ എടുക്കുന്നത് ടിപ്സ് പ്രത്യേക ഒരു വീഡിയോ ഒക്കെ പറഞ്ഞുതരും. ആ ടിപ്സ് എന്തൊക്കെയാണ്? കുറച്ച് മാന്തൽ, കുറച്ച് കടിക്ക ടിപ്സ് ഒന്നുമില്ല ഗൈസ്, ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് നുള്ളൽ, കുറച്ച് അടി, അതൊക്കെ തന്നെയാണ് ടിപ്സ്. ഫാദുൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിങ്ങൾ 3 ഏതൊക്കെ സ്കൂളിലും കോളേജിലാണ് പഠിച്ചത്? ഞാൻ LKG മുതൽ 8 വരെ ഗൈഡൻസിൽ പഠിച്ചു. പിന്നെ 9, 10 ഗവൺമെന്റ് സ്കൂളിൽ, അതൊക്കെ പിന്നെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. പിന്നെ കോളേജ് ഫാത്തിമ കോളേജ്, ഐസാൻ ഗൈഡൻസ് പാലേമാട്, മർത്തോമ. ഞാന് ഗേൾസ് സ്കൂളില് വണ്ടൂര്. അത് കഴിഞ്ഞിട്ട് ഞാൻ VMCയില് ബോയ്സ് സ്കൂള് +1 +2. പിന്നെ ഡിഗ്രിക്ക് പോയിട്ടില്ല. പിന്നെ കാലിക്കറ്റ് CMA പഠിച്ച്, തൃശ്ശൂരും പഠിച്ച്. അങ്ങനെ NICTയിലെ പഠിച്ചത്. പിന്നെ പോന് ഗവൺമെന്റ് സ്കൂൾക്ക് തന്നെ പോണ ആ വൈബ് കിട്ടണം പറഞ്ഞിട്ട് അവനെ മുത്തേടത്ത് കൊണ്ട് ചേർത്തി. ഹിജാബ് എങ്ങനെ പെർഫെക്റ്റ് ആയി കിടക്കണം തോന്നുന്നു. മോജോ ഹിജാബ്സ് കിട്ടോ. ഹിജാബ് പേജ് ഏതൊക്കെയാ വാങ്ങണെന്ന് വെച്ചാൽ എന്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്താൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു പ്രാങ്ക് വീഡിയോ ഇടുമ്പോ നമ്മൾ പ്രാങ്ക് വീഡിയോ രണ്ട് പ്രാങ്ക് വീഡിയോ ഇട്ടിക്കണം, പോയി കാണട്ടോ കാണാത്തൊരു. അതെ, അപ്പൊ ഇൻഷാല്ലാ ഫാമിലിയുടെ കൂടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്യുന്നു. ഞങ്ങള് ഉംറക്ക് പോണം എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഉണ്ടാക്കട്ടെ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യോ ഇൻഷാല്ലാ. ഇൻഷാല്ലാ ലാമിക്ക് ഒരു നല്ല പ്രാങ്ക് കൊടുക്കും, ഷുവർ ആയിട്ടും കൊടുക്കും. പക്ഷെ നല്ല പാളിപ്പോയിക്കണ്. ലാമി ആഷിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പറയും. ലാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ. നിങ്ങൾ 2 ഏജ്, പിന്നെ ഫാമിലി ടോട്ടൽ മെമ്പേഴ്സ്. നമ്മള് ഇവിടെ 3 മക്കളും ബാപ്പിയും മാമിയും. പിന്നെ ഇപ്പൊ ഞാനോട് വന്നപ്പോ ഞങ്ങൾ 6 ആൾക്കാരാണ് ഇവിടെ കേട്ടോ. പിന്നെ ഇന്ത്യ ആഷിഖാന്റെ ഏജ് എനിക്ക് 21, എനിക്ക് 26. ഇങ്ങോട്ട് കുറക്കുന്നത് ആഷിഖാക്ക് 27, എനിക്ക് 20. അപ്പൊ ഏജ് ഗ്യാപ്പ് നീ ചോദിച്ചാലും അപ്പൊ എണ്ണി കണക്ക് കൂട്ടുക. അതെ, എന്താണ് അതൊക്കെ ചോദിച്ച ലാമിക്കൊരു സർപ്രൈസ് കൊടുക്കൂ. ലാമിക്ക് ഞാൻ ഓളെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുത്തിക്കണ്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്ത് കാണ്. പിന്നെ അടുത്ത് ചോദിച്ച സാലറി എത്രയെന്ന്. എന്റെ സാലറി എത്ര? എന്റെ സാലറി എനിക്കറിയൂല. ഞങ്ങൾക്കൊന്നും സാലറി ഒന്നുമില്ല. ഒരു 8,000 10,000 അതൊക്കെയാണ് ഞങ്ങൾ. സാലറി ആയിട്ടൊന്നും ഇല്ല. ഇങ്ങനെ ഇടക്ക് പ്രൊമോഷൻസ് കിട്ടുമ്പോ പൈസ ഉണ്ടാവും. നിങ്ങളുടെ പ്ലേസ് എവിടെ? നമ്മള് എടക്കര മൂത്തേടം. ഇവിടെ വണ്ടൂര് മലപ്പുറം ജില്ലയാണ് കേട്ടോ. എല്ലാരും കുറെ ആൾക്കാർ കാസർഗോഡ് വിചാരിക്കുന്നുണ്ട്. മാമാന്റെ വീടാണ് കാസർഗോഡ്, അത് ഉമ്മാന്റെ വീട്. പിന്നെ സുഖല്ലേ? അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. സുഖാണ് അൽഹംദുലില്ലാ. ലാമി പ്രഗ്നന്റ് ആണോ ചോദിക്കണ്ട്. നോ. അത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇല്ല കേട്ടോ, അതന്നെ. പിന്നെ ലാമിന്റെ സിസ്റ്റേഴ്സിന്റെ പേര് ആഷിഖാന്റെ ആഷിഖാന്റെ പേര് അറിയാം. എന്റെ താത്താന്റെ പേര് ലിഷ്മ, അളിയാക്ക സമാൻ ഹാഷിം, പിന്നെ ലീന ലേഷ അനിയത്തിമാര്, പിന്നെ റുവ
താത്താന്റെ കുട്ടി റുവാസ് അമ്മാൻ, ഉമ്മച്ചി ഇപ്പച്ചി സുഹറാബി അബ്ദുൽ നാസർ. കഴിഞ്ഞു. ആശി മുടി മുറിക്കണില്ലേ? മുറിച്ചാൽ നല്ല ഭംഗി ഉണ്ടാകുമെന്ന്. ഞങ്ങൾ മുറിക്കുന്നുണ്ട്. മാമാക്ക് മുടി ഇഷ്ടമാണ്, അപ്പൊ മുറിക്കാനായിക്കൂല. ബേബി പ്ലാനിങ്ങിൽ എത്ര ബേബി? ഇത് മാത്രമേ ഉള്ളൂ ഒരു ബേബി പ്ലാനിങ്. എനിക്ക് യൂട്യൂബിൽ Q&A ഇഷ്ടമില്ലാത്തൊരു കാര്യം അതുകൊണ്ടാണ്. പിന്നെ ആശിക്കാന്റെ ജോബ് എന്താന്ന് പറഞ്ഞെടുക്ക്. ഇവിടെ വന്നിട്ട് ലാമിക്ക് എന്ത് ചേഞ്ചസ് ആണ് ഇവിടെ വന്നിട്ടുണ്ടായത്? മാമിക്കോ ഞാൻ തടിച്ചു. മാമ എനിക്ക് രാവിലെ പാല് മുട്ട പഴം ബ്രെഡ് പൊരി ഇതൊക്കെ തന്ന് ഞാൻ തടിച്ചു. ഇപ്പൊ ഞാൻ കുറക്കാനുള്ള ശ്രമത്തിലാണ്. ലാമിയുടെ ബ്യൂട്ടി ടിപ്സ്. ആശിക്കാന്റെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞെടുക്ക്. ഒന്നുമില്ല, ബേബി സോപ്പ് കൊണ്ട് മുഖം കഴിക്കല്. അതെ, ലാമിന്റെ വീട്ടുകാരെ വീഡിയോയിൽ കാണിക്കാറില്ലല്ലോ, എന്തുകൊണ്ടാന്ന്. എന്റെ അമ്മ ഇപ്പൊ എല്ലാരും വീഡിയോയിൽ നിക്കണവരാണ്. കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ, ഓൾമോസ്റ്റ് എല്ലാരും നിക്കണവരാണ് കേട്ടോ. ഒരു ആർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇഷ്ടമാണ്. അതെ, അപ്പൊ ഞങ്ങള് വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസ് കണ്ടാൽ മതി ഉണ്ട് അല്ലേ. ഞങ്ങൾ ഇപ്പഴത്തെ ഇപ്പാക്ക് സർപ്രൈസ് കൊടുത്തൊരു വീഡിയോ വ്ളോഗും കൂടി ഉണ്ട്. ഞങ്ങള് അത് കാണാത്തവരൊക്കെ പോയി കാണട്ടെ. ഞങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ. സ്കൂൾ ക്രഷ് ഉണ്ടായിരുന്നു ആശിക്കാക്ക് സ്കൂൾ ടൈമിലെന്ന്. എന്നെ അങ്ങോട്ട് ഉണ്ടായിക്കണോന്നല്ല, നമ്മക്ക് അങ്ങോട്ടൊന്നും ആരും അങ്ങനത്തെ ക്രഷ് ഒന്നും നമുക്ക് എടുക്കാറില്ല. ഉണ്ടായിരുന്നു സ്കൂളിലൊന്നും ഇല്ല. സ്കൂളിലല്ല, കോളേജില്. ആശിന്റെ മക്കും ലാമിന്റെ മക്കും എത്ര കുട്ടികളാണ്? ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, ഇവിടെ 3 ആൺകുട്ടികളാണ്. എന്ത് സുഖല് പറയാന്. ലവ് സ്റ്റോറി നമ്മൾ പാർട്ടാക്കിട്ടിട്ടാണ്, അതും ആശിക്ക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. ലാമി എങ്ങനെ തടി വെച്ചത്? മന്തി. രണ്ടാളും ക്വാളിഫിക്കേഷന്. ആശിക്കാന്റെ ക്വാളിഫിക്കേഷൻ, ആശിക്ക ഡിഗ്രി കഴിഞ്ഞു BCom. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് എടുത്ത് അതും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ഇതായിരിക്കുന്നു. ഞാന് CMA ഇന്റർമീഡിയറ്റ് പഠിച്ചോണ്ടിരിക്കുന്നു. അതുപോലെ ഡിഗ്രി 3rd ഇയർ ആണ്. +2 ആണ് അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ. ലാമി ഹെയർ കെയർ റൂട്ടീന് ഇല്ല. ഞാൻ ഇതുവരെ പിന്നെ ലവ് മാരേജ് ആണോ? സെറം യൂസ് ചെയ്യലുണ്ട്. ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച് മാരേജ് ആണ്. പിന്നെ കമ്മിറ്റഡ് ആണോ എനിക്കറിയുള്ളൂ. ലാമിയുടെ മുഖത്ത് ഫുൾ കുരു ആണല്ലോ. നല്ല ഡോക്ടറിനെ കാണിച്ചൂടെ? കൊറേ പോയി ഗൈസ്. അതൊന്നുമില്ല, മുമ്പ് ഉണ്ടായിനു. അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ടേനു. പിന്നെ ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് വെച്ച് താത്ത മെസ്സേജ് ചെയ്തിരുന്നു. ലിഷ്മ സമാൻ വ്ളോഗ്, താത്താക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓളാണ് ക്വസ്റ്റ്യൻ, ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? അഫ്കോഴ്സ് താത്താനെയും കാക്കാനെയും കുട്ടീനെയൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കാസർഗോഡാണ്, നിങ്ങളെ കുടുംബ വീട് നമ്മളിത് കാസർഗോഡ് കൊറേ ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നലെ പോയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ തന്നെ. അപ്പൊ നമ്മള് ഈ ചോദ്യങ്ങൾ കൂടുതലായിട്ടും നമ്മള് കൊറേ ചലഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 2 ഇറക്കാം. നമ്മൾ ഒന്നാമത് ലാഗ് ആക്കുന്നില്ല, ആരും വെറുപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. പിന്നെ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും, പ്രാങ്ക് ആയിട്ട് ചലഞ്ച് ആയിട്ടും. അതന്നെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ചോദിക്കാണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാല് നമ്മൾ അത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അതുവരെ അപ്പോ എന്തൊക്കെ വീഡിയോസ് വേണ്ടതൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടാല് നമ്മൾ അതൊക്കെ ചെയ്യണാണ്. അപ്പൊ അതുവരെ ബൈ.